കിസാൻ വാണി കിസാൻ വാണി. പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. സ്കൂൾ മുറ്റത്തെ കൃത്യത കൃഷി. മനോഹരമായ ഒരു പച്ചക്കറി തോട്ടത്തിന്റെ മുന്നിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളോട് ആദ്യം തന്നെ ഈ കൃഷിയുടെ ഒരുക്കങ്ങൾ നടത്തിയതിന്റെ പിന്നാമ്പുറം എങ്ങനെയാണ് ഈ ഒരു മൾച്ചിങ് ഷീറ്റൊക്കെ വിരിച്ച് ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ കൊടുത്തിട്ടുള്ള വളരെ മനോഹരമായ ഒരു കൃഷിയിടമാണിത്. അപ്പൊ അതിന് ചെയ്യുമ്പോനെ ആദ്യം അപ്പൊ ഒരു കൃഷി നടത്തുമ്പോ എന്തൊക്കെ വേണം നിങ്ങൾ പഠിച്ചതിന്റെ അകത്തുനിന്ന്? ആദ്യം മണ്ണ് ഒരുക്കിയിട്ട് അത് അയ്യത്ത് കുമ്മായം ഇട്ട് പിണ്ണാക്കും അതിന്റെ ആവശ്യമില്ലപ്പോ പിന്നെ അത് മണ്ണ് കൂന കൂട്ടി അതിന്റെ മുമ്പിൽ ഒരു പൈപ്പ് വെച്ച് മൾച്ചിങ്ങിന് അങ്ങനെയാണ് ചെയ്യുക അല്ലെ? ആ പിന്നെ അപ്പൊ അതല്ലാതെ മണ്ണൊരുക്കണം, പിന്നെ വിത്ത് മുളപ്പിക്കണം അല്ലേ? തയ്യാകുമ്പോ പറിച്ചു നടണം, പിന്നെ വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. പിന്നെ എന്തെങ്കിലും അതിനെ ആക്രമിക്കാൻ വല്ല നേരത്തെ പറഞ്ഞ പോലെ മത്തം വണ്ടോ എന്തെങ്കിലും വരുന്നെങ്കിൽ അതിനെ പിടിക്കുകയും വേണം അല്ലേ? അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാ നമ്മളെ ഓരോ കർഷകരും കൃഷി ചെയ്യുന്നതും നമുക്ക് പച്ചക്കറി അരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? ത്തിന്റെ പ്രധാന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇവരുടെ പ്രിയപ്പെട്ട ഷാജിയേട്ടനാണ് നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത്. ഇതിന്റെ തുടക്കം മുതൽ ഇതുവരെ എത്തിയ പ്രയത്നത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറയും. ഈ കാട്ടിൽപ്പള്ളി GMLP സ്കൂളിലെ കൃഷിയിലേക്ക് ഷാജിയേട്ടൻ എത്തിപ്പെട്ട ഒരു കഥ എങ്ങനെയായിരുന്നു? എന്നോട് കൃഷി ഓഫീസറാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. കാരണം നമ്മളെ സ്കൂളിൽ ഒരു കൃഷി ചെയ്യണം, അതിന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നത് ചോദിച്ചു. അപ്പോൾ ഞാനത് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു ഇതിൽ ട്രാക്ടറൊക്കെ അടിച്ച് വെച്ച് അവർ മര്യാദയ്ക്ക് പോയതാണ്. ഒരു കൂട്ടം ആൾക്കാർ വന്ന് നോക്കി അവർക്ക് പറ്റാത്ത ഒരു ഘട്ടം വെച്ചിട്ട് അവർ പോയതാണെന്നാണ് പിന്നീട് മനസ്സിലാക്കി അതായത്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് എന്ന് വെച്ചാൽ നമ്മളെ റോഡ് ഇതെല്ലാം കിളച്ചിട്ട മണ്ണാണ്. അപ്പോൾ ട്രാക്ടർ അടിക്കുമ്പോൾ ട്രാക്ടറിന്റെ കുറെ ബ്ലേഡൊക്കെ പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നീട് വന്നിട്ടില്ല. പിന്നെ കൃഷി ഓഫീസർ പറഞ്ഞു, ഞാൻ ഒരാളെ ബന്ധപ്പെട്ടു, ഇതുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർ ഇവിടെ ഇല്ല, ഒരാളെ ബന്ധപ്പെട്ട് പറഞ്ഞു നമ്മോട് പറഞ്ഞത് നമുക്ക് പറ്റാത്തതുകൊണ്ട് ഒഴിവാക്കിയാന്ന് പറഞ്ഞു. പിന്നീട് അത് ഒരു വെല്ലുവിളിയായിട്ട് അത് ഏറ്റെടുത്തു. JCB കൊണ്ടൊന്ന് കളച്ചു, കുമ്മായിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബാബു എന്ന് പറഞ്ഞ ഒരാളുടെ മംഗലശ്ശേരിയുള്ള ഒരു ബാബു എന്ന് പറഞ്ഞ അദ്ദേഹം ആണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി 2 ഹിന്ദിക്കാരെയും കൂട്ടി നമ്മൾ ഇത് ചാല് കയറി അതിനകത്ത് കോഴിവളം പിന്നെ വേപ്പ് മുണ്ണാക്ക് എല്ലുപൊടി ഇതെല്ലാം നിറച്ച് നമ്മൾ ചെയ്തു. പിന്നെ കൃഷി ഓഫീസർ തന്നെ പറഞ്ഞു, കോയമ്പത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പൈപ്പ് ഡ്രിപ്രിഗേഷന്റെ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് ഓർഡർ ചെയ്ത് എത്തിച്ചു. അതൊക്കെ ഇട്ടുകൊടുത്ത് എല്ലാം റെഡിയാക്കി. നിങ്ങൾക്ക് അറിയായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി ഡ്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ? കിട്ടിയില്ല ഇതുവരെ, ട്രെയിനിങ് ഒന്നും കിട്ടിയില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മൾ കാട്ടിയത്ത് ദാമോരാട്ടിനടുക്ക ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പോയിട്ട് കണ്ടതാണ്. ഞാൻ പിന്നെ പ്ലംബറും ഇലക്ട്രീഷ്യൻ ആണ് ഞാൻ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റി, അങ്ങനെ ഞാൻ തന്നെ ചെയ്തു ഈ സാധനങ്ങൾ. അപ്പൊ ഇപ്പം വെഞ്ചൂരിയിലെ കൂടെ വളങ്ങളും കാര്യങ്ങളെല്ലാം ദിവസവും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ മത്തി കഷായം, മത്തി ഫിഷ് അമിനോ എന്ന് പറഞ്ഞാൽ മത്തിയും വെല്ലും കൂടെ ഉണ്ടാക്കുന്ന സാധനമുണ്ട്. അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. അതെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം വെണ്ടക്കൊക്കെ നല്ല മാറ്റമാണ്. അപ്പം ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 29 ദിവസം കൊണ്ട് നമ്മൾ വിളവെടുത്തു. ആദ്യത്തെ 29 ദിവസം, കാരണം ഇവർ പറഞ്ഞ വെച്ചാൽ അങ്ങനെയാണ്. കറക്റ്റ് പറഞ്ഞ ഡേറ്റ് തന്നെ 28ാം ദിവസം നമുക്ക് പറിക്കായിരുന്നു. അന്ന് പറിച്ചില്ല, അത് പറിക്കാത്തതുകൊണ്ട് 29 ദിവസമാണ് നമ്മൾ എടുത്തത്, വിളവെടുത്തത് ആദ്യത്തെ. ഇവിടെ ഏറ്റവും പ്രത്യേകതയായിട്ട് കാണുന്നത് തക്കാളിയാണ്. ശരിക്കും ഇപ്പം തക്കാളി നമ്മുടെ കർഷകർക്ക് പൊതുവെ കിട്ടാത്തൊരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. തക്കാളിയും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത്. നമ്മൾ രാജാടൻ നമ്പർ ഇതിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് ആ ചെടി. പിന്നെ കൂത്തുപുറം പോയിട്ടാണ് മറ്റേ പയറ് കക്കിരി അതിന്റെയൊക്കെ വിത്ത് സംഘടിപ്പിച്ചു. വെണ്ടക്ക ഇതെല്ലാം വിത്ത് നമ്മൾ സംഘടിപ്പിച്ചത് കൂത്തുപുറം പോയിട്ടാണ് വാങ്ങിച്ചുകൊണ്ടത്. എല്ലാം നല്ല പൈസ തന്നെ, എല്ലാ സാധനത്തും നല്ല പൈസ. ഹൈബ്രിഡ് ആണോ ഇതെല്ലാം? ഹൈബ്രിഡ് ആണ്, ഹൈബ്രിഡ് ആണ്. നാടൻ നല്ല വില എന്തായാലും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? നല്ല പൈസ വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഓരോ വളങ്ങൾ നമ്മൾ ഇതിൽ വെഞ്ചുറി വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ ദിവസവും ചെറിയൊരു അളവിൽ ഈ വെള്ളത്തിന്റെ കൂടെ തന്നെ ബക്കറ്റിൽ കലക്കി വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വെഞ്ചുറി വഴി കയറി വരും. എല്ലാവരും എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടോ വളം? എല്ലാ ദിവസവും ഉണ്ട്, മാറി മാറി കൊടുക്കും. അതായത് 19 പറഞ്ഞ സാധനമുണ്ട്, പിന്നെ 126100, പിന്നെ 1345. ഈ 3 വളം നമ്മൾ കൊടുക്കുന്നത്. അത് ഇവർ പറഞ്ഞ പ്രകാരം അതിന്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്താ പരിപാടി? ഇതിപ്പോ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ഇത് എന്തായാലും ഒരു തവണ ചെയ്ത മൾച്ചിങ് 2-3 കൃഷിയോളം എടുക്കാൻ പറ്റുന്നല്ലേ പറയുന്നത്? 3 തവണ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. 3 തവണ ചെയ്യാം, അതിനുള്ള വളരെത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള ഫെബ്രുവരി മാർച്ചിലാകുമ്പോഴേക്ക് ഇത് കഴിയോ? മാർച്ച് ഏപ്രിലോട് കൂടി തീരും. അപ്പൊ ഈ സ്കൂള് ഇന്നിപ്പം രാവിലെ നമ്മൾ കൊത്തവരെയും കൂടെ വിളവെടുത്തു. ഇന്നലെ ഏകദേശം 2 കിലോ അടുപ്പിച്ച് വെണ്ടയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്നും ഏകദേശം സാമ്പാർ കൊണ്ടിന്റെ വെണ്ടയ്ക്ക് പറിച്ചിട്ടുണ്ട് അവിടുന്ന് ഇന്നത്തെ കുട്ടികൾക്കുള്ളത്. അതുപോലെ തന്നെ കൊത്തവരി. ഇനിയിപ്പോ കക്കിരി ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ഇഷ്ടം പോലെ കായ്ച്ചു വരുന്നുണ്ട്. പയറ് പൂക്കാൻ തുടങ്ങുന്നു എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതേമാതിരി മുളക് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിലും മുളകിന് ചെറിയ രീതിയിലൊരു ഫംഗസ് ബാധിച്ചിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള
ട്രീറ്റ്മെന്റിലാണ് ഇന്ന് കൃഷി ഓഫീസറുകളായിട്ട് ഇങ്ങനെ രാവിലെ ഉള്ളത്. അപ്പോൾ ഓരോരാളിങ്ങനെ വിളിച്ച് അതിലെ കാര്യങ്ങൾ ഇതാക്കിയിട്ടുണ്ടല്ലോ, ചാർത്തലുകൾ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നാളെ മുതൽ തുടങ്ങണം അതിന്റെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാകുമ്പോൾ കൃഷി ഓഫീസറെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. പിന്നെ കൃഷി ഓഫീസർ മാത്രമല്ല, ഇവരെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും ആദർശ് സാറായാലും പിന്നെ തുളസിമാടായാലും അതുപോലെ തന്നെ സാജിത, അവരങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം അത്യാവശ്യം വിളിച്ച് ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലൊരു സപ്പോർട്ട് ഉണ്ട്. മറ്റൊരു സന്തോഷം കൂടി ടീച്ചർ പങ്കുവയ്ക്കുകയുണ്ടായി. ഇത്തവണത്തെ കണ്ണൂർ പുഷ്പോത്സവത്തിൽ അല്ലെ ഏറ്റവും നല്ല സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിനുള്ള അവാർഡ് ഈ സ്കൂളിനാണ് ലഭിച്ചിട്ടുള്ളത്. അത് അതിന്റെ ഏറ്റവും വലിയ പങ്ക് ഷാജിയേട്ടനുള്ളതാണ്. അല്ല, എന്നെക്കാളും ഇത് കൂടുതൽ നമ്മൾ കുട്ടിയേക്കാണ്. കാരണം ഇവരാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ട് ചെടി നോക്കുന്നവരാണ് അല്ലെ, മുളപ്പിക്കുന്നതും എല്ലാം അവരാണ് ചെയ്തത്. ഷാമില് ഇവരെല്ലാം മുന്നിട്ട് നിന്നിട്ടാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇവര് 2 ദിവസം കഴിഞ്ഞിട്ട് സ്കൂള് 2 ദിവസം അവധിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് വരുമ്പോൾ വെണ്ടക്ക കണ്ടപ്പോൾ അവർ മുഖത്തുള്ള ഒരു ഇതുണ്ടല്ലോ, അത് വരാത്തൊരു ഇതാണ്. ഞാൻ ഒരു ഇതെടുത്തിട്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ മനോരമയിൽ വന്ന ഫോട്ടോ ആ ഒരു ഫോട്ടോ ആണ്, അതിനകത്തുള്ള ഒരു ഫോട്ടോ ആണ് വന്നിട്ട് കണ്ടത്.